അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1232. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഖാല സുലൈമാൻ ഇബ്നു ദാവൂദ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലഅതൂഫന്ന ലൈലത അലാ 90 ഇംറാഅത്തൻ, ഇന്ന് രാത്രി 90 ഭാര്യമാരെ ഞാൻ സമീപിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാം പറയാണ്, ഇന്നത്തെ രാത്രി ഞാൻ എൻ്റെ 90 ഭാര്യമാരെയും സമീപിച്ച് അവരെ ശാരീരിക ബന്ധത്തിലേർപ്പെടും. കുല്ലുഹാ തഅ്തി ബിഫാരിസിൻ യുഖാതിലു ഫീ സബീലില്ലാഹ്, ഓരോ ഭാര്യമാരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളായ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എല്ലാവരും ഗർഭിണികളാവും. എല്ലാവരും ദീനിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള യോദ്ധാക്കളായ കുട്ടികളെ പ്രസവിക്കും. ഫഖാല ലഹു സാഹിബുഹു, അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, അത് മലക്കാണെന്നും അതല്ല മറ്റൊരാളാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും കൂടെയുള്ള ആൾ പറഞ്ഞു, ഖുൽ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയൂ എന്ന് പറഞ്ഞു. ഫലം യഖുൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലം യഖുൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. ഫത്വാഫ അലൈഹിന്ന ജമീഅൻ, സുലൈമാൻ നബി അലൈഹി സ്വലാം 90 ഭാര്യമാരെ, 90 ആണെന്നും 99 ആണെന്നും 100 ആണെന്നും വ്യത്യസ്തമായ റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും 90 ഭാര്യമാരെ സമീപിച്ചു. ഫലം തഹ്മിൽ മിൻഹുന്ന ഇല്ല ഇംറഅത്തു വാഹിദ, ഒരൊറ്റ സ്ത്രീ ഭാര്യ മാത്രമാണ് ഗർഭിണിയായത്. ഫജാഅത്ത് ബിശഖ്ഖി റജുലിൻ, ആ ഭാര്യയാണെങ്കിലോ പ്രസവിച്ചത് ഒരു അരക്കുട്ടിയാണ്, പൂർണ്ണമല്ലാത്തൊരു കുട്ടിയെയാണ് പ്രസവിച്ചത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅയ്മുല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ ആരുടെ അധീനത്തിലാണ് അവനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ഖാല, സുലൈമാൻ നബി അലൈഹി സ്വലാം എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ, ലജാഹദു ഫീ സബീലില്ലാഹി ഫുർസാൻ നജ്മഊൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള നല്ല യോദ്ധാക്കളായ കുഞ്ഞുങ്ങളെ മുഴുവൻ ഭാര്യമാരും പ്രസവിക്കുമായിരുന്നു. അപ്പോൾ അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് പറയാൻ മറപ്പിച്ചതായിരിക്കും. ഏതായാലും ഈ ഹദീസ് നൽകുന്ന പാഠം, ഏതൊരു കാര്യങ്ങൾ പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് കൊണ്ട് പറയണം. അതല്ലാതെ ഞാനത് ചെയ്യും ഇത് ചെയ്യുമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയരുത്. പറയുന്ന കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറയണം എന്നൊരു പാഠമാണ് ഈ ഹദീസിലൂടെ നൽകുന്നത്. അല്ലാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.